ഈ ഒരു കോസ്റ്റ്യൂമിലുള്ള വീഡിയോസ് കണ്ടാണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഇല്ല. സലൂണിൽ ഈ ഒരു ടീഷർട്ടും വേറെ ഒരു ലൈറ്റ് ടീഷർട്ടും ആണ് നമ്മുടെ യൂണിഫോം. നമുക്ക് 10 to 10 ആയതുകൊണ്ട് നമുക്കത് കോസ്റ്റ്യൂം ഇതിൽ തന്നെ നിൽക്കണം. കാരണം അവരെപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല ചെക്കിങ്ങിനുള്ള. നമുക്കിവിടെ ബ്ലാക്ക് അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല. അവർ ലൈറ്റ് ഷെയ്ഡാണ് പറയുന്നത്. ഇപ്പോൾ ടവൽസ് പോലും നമുക്ക് ലൈറ്റ് ഷെയ്ഡാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഈ ഒരു യൂണിഫോമിൻ്റെ കളറായിട്ടൊരു 1.5 വർഷത്തോളമായി ഇതിലോട്ട് വന്നിട്ട്. മിക്ക സലൂണിലും ഇവിടെ പിങ്കാണ്. ഞങ്ങളതുകൊണ്ടാണ് പിങ്ക് എടുക്കാനേ. ഇനിയിപ്പം ഇത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളർ ഇപ്പോൾ ഓണം നാളെ പറഞ്ഞ് കുറേ ആയില്ലേ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ മെയ്യോടുകൂടിയുള്ളൂ. മെയ് കഴിയുമ്പോഴത്തേന് ഞാനിവിടെ നിർത്തുവാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിർത്തുവാണ്. ഞാൻ ഈ കോഴ്സ് ഭയങ്കര ഇഷ്ടത്തോട് പഠിച്ചൊരു കോഴ്സാണ്. ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞമ്മ എനിക്കിത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ സ്കിന്നും കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ ഹെയറിലോട്ടായി. ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹെയർ കട്ട്, ഏത് മോഡൽ ഹെയർ കട്ടും എനിക്കൊരു ഫോട്ടോ ഉണ്ടായി ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്ക് ഞങ്ങൾ ഷാർജ ആണെങ്കിൽ എനിക്ക് ദുബായിൽ നിന്നൊക്കെ കസ്റ്റമർ വരാറുണ്ട്. ഹെയർ കട്ടിന് വേണ്ടിയും ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും ഒക്കെ എനിക്ക് ദുബായിൽ നിന്ന് ബുക്കിംഗ് ചെയ്ത് കസ്റ്റമേഴ്സ് വരാനുണ്ട്. അജ്മാനിൽ നിന്ന് എനിക്ക്, അതായത് ഷാർജയിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ എനിക്ക് കസ്റ്റമർ വരാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ബൾബിളയാണ്. എന്നോട് സംസാരിക്കാൻ വേണ്ടി ചിലവർ വരും. ഓഫീസൊക്കെ കഴിഞ്ഞ് ഇതുവഴി പോകുമ്പം വെറുതെ നീ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് വിളിച്ചതിനെ വെളിയിൽ ഇറക്കി സംസാരിക്കാറുണ്ട് കസ്റ്റമർ. സോ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചാണ്. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇത് ഓരോന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ നിറയെ ഇതിങ്ങനെയുള്ള എല്ലാം വായിക്കും. പുതിയ പ്രൊഡക്റ്റ് ഏതാണെന്ന് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. ഇതിങ്ങനെ ഇതിൻ്റെ ഡാമേജ് വന്ന് ഇതെങ്ങനെ ചെയ്യണം, എപ്പോഴും ഞാൻ ഇതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം പലവരുടെയും സ്കിൻ പലതാണ്, ഹെയർ പല ടൈപ്പാണ്. അപ്പം നമ്മൾ കറക്റ്റ് ചൂടുവെള്ളം ഉണ്ടാക്കി തരും. സോ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു അങ്ങനെ തന്നെ ഇങ്ങോട്ട് നിൽക്കും. ഞാൻ എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നിൽക്കുമെന്ന്. പക്ഷെ മിക്കവരുടെ കാര്യത്തിലും അത് ഓക്കെയാണ്. പക്ഷേ പകുതി ആൾക്കാരും അങ്ങനെയല്ല. നമ്മളാണ് ചിന്തിക്കുന്നത് ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, അങ്ങനെ അല്ലാത്ത അനുഭവങ്ങളുണ്ട്. ചില ആൾക്കാർ അവരവരുടെ ഇതിനു വേണ്ടിയായിരിക്കും നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എവിടെ ചെന്നാലും അവൾ 100% അങ്ങ് ആത്മാർത്ഥത കാണിക്കും. എന്നിട്ട് എല്ലായിടത്തും നിന്ന് അവൾ പണിയും വാങ്ങിക്കുന്നു. ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. സത്യമാണത്. അതിനകത്ത് കൂടുതലായിട്ട് വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. സത്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തൊരു സത്യമുണ്ടെങ്കിൽ ദൈവം നമ്മൾ ചുമതല ഇങ്ങനെ പിടിക്കും. എൻ്റെ അനുഭവം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ദൈവം എൻ്റെ ഇതല്ല വലത്ത് ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും.